ഭാഗീരഥി അമ്മയുടെ ചരമവാർഷികം കൊട്ടിഘോഷിച്ച് നടത്തേണ്ട ആവശ്യമില്ലെന്ന് പ്രതിഭ രഘുനാഥനോട്. പ്രതിഭ പറഞ്ഞതിനെ അനുകൂലിക്കുന്ന പ്രതാപവർമ്മ. നന്ദനെ കയ്യിലെടുത്ത് നമ്മുടെ കാര്യം സാധിക്കണമെന്ന് പ്രതിഭ രഘുനാഥ വർമ്മയോട് പറയുന്നു. നന്ദനയ്ക്ക് കടിഞ്ഞാണിടാൻ കാർത്തിയെ കൊണ്ട് പറ്റിയില്ല എന്ന യതീന്ദ്രന്റെ വാക്കിൽ കാർത്തികയ്ക്ക് ദേഷ്യം. മുത്തശ്ശിയുടെ ശ്രാദ്ധത്തിന് ഉദയന്നൂരിലെത്തുന്ന നന്ദനയും ഉദയനും. ഇനി തുടർന്ന് കാണുക. ഓ ഈശ്വര, ഉദയൻ അങ്ങോട്ടിരിക്കുക. കുട്ടിക്ക് നല്ല വിഷമുണ്ട് കേട്ടോ പ്രതിഭേ. ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു നന്ദനെ. അതാ ആരെയും പ്രത്യേകം ക്ഷണിക്കാതിരുന്നത്. വല്യമ്മാവൻ വന്നില്ലേ? ഇല്ല മോളെ, ഭാര്യയും മക്കളെയും പോലും ഇങ്ങോട്ടൊന്നും അയച്ചില്ല. ഡോ താനാ പത്രം കൂടെ വന്നേ. ഓ, അതും ഇതും പറഞ്ഞിരിക്കാണ്ട്. ഉദയനെ, ഇത് കണ്ടോ? നിങ്ങളുടെ എഡിഷനിലൊന്നും വന്ന് കാണില്ല. ദാ നോക്ക്. എങ്ങനെയുണ്ട് നന്ദനെ? നന്നായിട്ടുണ്ട്. ഞാനാ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞത്. ഉദയന്നൂരെ അമ്മയുടെ ഒരു കാര്യല്ലേ, റോയൽ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. വെല്ലുവിളിയനാ ഫോട്ടോവും മേറ്ററും ഒക്കെ തയ്യാറാക്കിയത്. ചേട്ടനും അനിയനും കൂടി കാശ് മുടക്കി എന്റെ വക ചെറിയൊരു ഷെയർ കിട്ടു. എന്തായാലും സംഗതി അങ്ങോട്ട് വെടുപ്പായി. ആ ഫോട്ടോ കണ്ടില്ലേ? പുള്ളിക്കാരി നമ്മളെ നേരിട്ട് നോക്കി ചിരിക്കണ ഫീലുണ്ട് അല്ലേ ഉദയ? രണ്ടാൾക്കും സന്തോഷമായല്ലോ. ഇതില് ഞാനെന്ത് പറയാനാ? എന്നാൽ എനിക്ക് പറയാനുണ്ട്. എന്താ അത്? ഇങ്ങനെ കൊച്ചാകരുത് പ്രതാപവർമ്മയെ. രഘുനാഥനോടും കൂടിയാ പറഞ്ഞത്. എന്താണോ ഭാസ്കരക്കുറുപ്പ്? വാട്ട് യു മീൻ? ചേട്ടനും അനിയനും അളിയനും ചേർന്ന് അമ്മ തമ്പുരാട്ടിയുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്തു. അതിന്റെ ചെലവും വഹിച്ചു. നല്ല കാര്യം. പക്ഷെ അത് ചെയ്തവരോട് തന്നെ ഇങ്ങനെ വീമ്പിളക്കുന്നത് കുറച്ചിലല്ല പിന്നെ എന്താ? നന്ദനമോള് ഉദയൻ സാറും കൂടിയാ തമ്പുരാട്ടിയുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോഴാ അമ്മ തമ്പുരാട്ടി മരിച്ചിട്ട് 1 വർഷമായി എന്ന് പലരും ഓർക്കുന്നത്. മൂത്ത മകനാണെങ്കിൽ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം നന്ദനെ എന്നെ വിളിച്ചു. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നിട്ടിപ്പോ കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാ? പോട്ടെ ഭാസ്കരമാവാ, ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണമെന്ന് നമുക്ക് ചടിക്കാൻ പറ്റില്ലല്ലോ. ഞാനേ ഒരു നമ്പർ ഇറക്കിയതല്ലേ. എനിക്കറിയായിരുന്നു നിങ്ങളാ ഇതിന്റെ ഒക്കെ പിന്നിലെന്ന്. ഈ ഇരിക്കുന്ന രഘുനാഥന് മനസ്സുണ്ട്, കലാബോധമില്ല. താടി അളിയന് ബോധവുമില്ല, കാശു ഇറക്കില്ല. ഉചിതമായത് ഉചിതമായ സമയത്ത് നന്ദന ചെയ്തു. എന്റെ അനിയൻ ഉദയൻ അതിന് പൂർണ്ണ സമ്മതവും നൽകി. ചേട്ടന് തൃപ്തിയായി അനിയ, തൃപ്തിയായി. പത്രത്തിൽ ഫോട്ടോ കൊടുത്തതിന് എത്രയാ ചെലവായെന്ന് പറഞ്ഞാ
നമുക്ക് ആ പൈസ പങ്കുവെക്കാം. ഒരു ഷെയർ വല്യേട്ടനോടും തരാൻ പറയാം. അപ്പോ ബാക്കി ചെലവുകളോ? അമ്മയുടെ ശ്രാദ്ധം പ്രമാണിച്ച് ചില സൽപ്രവർത്തികൾ കൂടി ചെയ്യുമെന്ന് നന്ദനമോള് പറഞ്ഞിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. ടൗണിനടുത്തുള്ള അഗതി മന്ദിരത്തിലും പിന്നെ വൃദ്ധസദനത്തിലും ഒരു ദിവസത്തെ ഭക്ഷണം ഇന്ന് നമ്മുടെ വകയാ. മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലെ പാവപ്പെട്ട രോഗികൾക്ക് കുറെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. പോളിയോ ബാധിച്ച 2 കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതൊന്നും നന്ദനയുടെ പേരിലല്ല ചെയ്തത്, എന്റെ പേരിലും അല്ല, ഉദയന്നൂർ കോവിലകത്തിന്റെ പേരിലാ. പത്രം നോക്കിയപ്പോ ശ്രദ്ധിച്ചു കാണും. ഉദയന്നൂരിലെ കുടുംബാംഗങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ടാവും. സത്യത്തിലേ എനിക്ക് എന്നെ കുറിച്ച് എന്നെ ലജ്ജ തോന്നുക. ഞാൻ ഈ കോലത്തെ മൂത്ത മരുമകൻ എന്നാണല്ലോ വെപ്പ്. എന്നെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ് എൻ്റെ അനിയൻ ഉദയൻ, അതായത് ഉദയന്നൂരെ കൊച്ചു മരുമകൻ. എനിക്ക് പോലും തോന്നാത്ത കാര്യങ്ങളല്ലേ നന്ദനെ കൊണ്ട് ഉദയൻ ചെയ്യിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഞാനല്ല നന്ദനയുടെ റിമോട്ട് കൺട്രോൾ കൈകാര്യം ചെയ്യുന്നത്. അയാളുടെ ഐഡിയ അയാൾ ചെയ്യുന്നു, ഞാൻ ഒപ്പം നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ക്രെഡിറ്റ് വേണമെന്നൊന്നും ഉദ്ദേശിച്ചല്ല. ചില ഓർമ്മകൾക്ക് മുമ്പിലുള്ള കടം വീട്ടല. ഒരു പുനർജന്മം പോലെ എനിക്ക് ഈ വീട്ടിലേക്കുള്ള വാതിൽ തുറന്നു തന്നത് മുത്തശ്ശിയ. കുഞ്ഞമ്മ അതിന് പ്രേരണയായി. മരിച്ചു മൺമറഞ്ഞു പോയത് മുത്തശ്ശിയുടെ രൂപം മാത്രമാ. ആ ശബ്ദവും മുഖവും എന്റെ മനസ്സിലുണ്ട്. ഇന്ന് മാത്രമല്ല മുത്തശ്ശി ഓർക്കുന്നത്, അത് മുത്തശ്ശിയുടെ ആത്മാവിനറിയാം. കിടന്നമറണ്ട, ഞാൻ കേട്ടു. ശകലം കഴിഞ്ഞേ വരാൻ പറ്റൂ. നിങ്ങൾ കേൾക്കുന്നില്ലേ ആ പശു കിടന്ന് കരയുന്നത്? പശു കരയുന്നതിന് ഞാനെന്ത് വേണം? അതിന്റെ കൂടെ കിടന്ന് കരയണോ? കുറച്ച് പുല്ലെടുത്ത് അതിന് ഇട്ടു കൊടുത്തൂടെ? ഞാനോ? അതെന്താ? ഈ പറയുന്ന ഞാൻ പശുവിന്റെ പാലൊഴിച്ചു കൊടുക്കുന്ന ചായ കുടിക്കുന്നുണ്ടല്ലോ, മോരും തൈരും കൂട്ടുന്നുണ്ട്. എന്നാലേ ഇനി മുതൽ പാലൊഴിക്കാത്ത ചായ മതി എനിക്ക്. എന്നാലും മേലെനിങ്ങി ഒരു സഹായം ചെയ്യരുത്. എല്ലാത്തിനും കാർത്തികയുടെ കൈ ചെല്ലണം. എനിക്കേ 2 കൈയേ ഉള്ളൂ. ജോലിക്കൊരാളെ നിർത്താൻ പറഞ്ഞാൽ അതും കേക്കില്ല. അവിടെ വീട്ടു ജോലിക്ക് ഒരു സ്ത്രീ ഉണ്ടായതിനെ പറഞ്ഞു വിട്ടത് നീയല്ലേ? അത്രയും പ്രായം കുറഞ്ഞ ജോലിക്കാരി ഇവിടെ വേണ്ട, അത് ശരിയാവില്ല. എന്നാ നീ ഏതെങ്കിലും കിളവി പിടിച്ചു നിർത്ത്. എന്നിട്ട് വേണം അവരുടെ മരുന്ന് മന്ത്രം ഞാൻ അന്വേഷിക്കാൻ. വീട്ടുജോലികൾ അറിയാവുന്ന വല്ല ആമ്പിള്ളേരെ കിട്ടിയാലും മതി. ചോദിക്കട്ടെ, എങ്ങനെ ആമ്പിള്ളേര് വീട്ടു ജോലിക്ക്, അതും ഇവിടെ നിന്റെ കൂടെ? നടന്നത് തന്നെ. അതിന് വെച്ച വെള്ളം ഇപ്പൊ തന്നെ നീ ആ പറമ്പിക്കൊണ്ട് കളഞ്ഞേരെ. ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. പശുവിന് ഞാൻ പുല്ലിട്ട് കൊടുക്കണം പോലും. കൊടുക്കാടി. നിനക്ക് വീട്ടു ജോലിക്ക് ആമ്പിള്ളേര് വേണോ അല്ലേ? നിർത്താൻ ഞാൻ 2 നന്ദന എവിടെ? ഓഫീസിലിറങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എപ്പോ വരുമെന്നോ നന്ദന ഇവളോട് പറയാറേ ഇല്ല. ഉദയേട്ടനെങ്കിലും ഒന്ന് സൂചിപ്പിച്ചൂടെ? അതെങ്ങനെയാ? നമ്മളിവിടെ തികച്ചും അന്യരല്ലേ. വീട്ടുകാവലിന് ഒരനിയൻ, വീട്ടുജോലി ചെയ്യാൻ അനിയന്റെ ഭാര്യ. പിന്നെന്താ കുഴപ്പം? ഉദയന്നൂരിലെ മുത്തശ്ശിയുടെ ചരമവാർഷികമായിരുന്നു ഇന്ന്. അവിടെ വരെ പോകുന്നതിന് ഇവിടെ പ്രത്യേകം ബോധിപ്പിക്കണമെന്നുണ്ടോ? ഉദയേട്ടാ,
എന്താ ഉദയേട്ടനി പറയുന്നത്? ഈ മുത്തശ്ശി എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ആളായിരുന്നില്ലേ? ആ അമ്മയുടെ ചരമവാർഷികം ഞങ്ങൾ അറിയേണ്ടെന്നാണോ? പ്രത്യേകം ക്ഷണിച്ചില്ലെന്നതോ പോട്ടെ, ഒന്ന് പറയെങ്കിലും ചെയ്യായിരുന്നു. ഉദയേട്ടനാണോ നന്ദനയല്ലേ അത് പറയേണ്ടത്? എന്തായാലും മോശമായിപ്പോയി. എനിക്ക് വല്ലാത്ത വിഷമമായി. ശരിയാ, നിങ്ങൾ പറഞ്ഞപ്പോഴാ ഞാനും അത് ഓർത്തത്. മോശമായിപ്പോയി. പക്ഷേ ഇപ്പൊ നടന്നത് നന്ദനയുടെ മുത്തശ്ശിയുടെ 1-ാം ചരമവാർഷിക. അവർ മരിച്ചിട്ട് 1 വർഷം തികയുന്ന ദിവസം. മരിക്കുന്നതിന് മുമ്പ് കുറെ നാൾ മുത്തശ്ശി സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. അവരൊന്ന് കാണാൻ ഒരിക്കൽ പോലെ യതീന്ദ്രനോ കാർത്തികയോ പോയിട്ടില്ല. മരണവിവരം ഇവിടെ അറിയിച്ചതാണ്. അപ്പോഴും ഇവിടുന്ന് നിങ്ങൾ മാത്രം വന്നില്ല. അത് മോശമായിരുന്നില്ലേ? ഒരാരോപണം ഉയർത്തുമ്പോൾ അതിനുള്ള യോഗ്യതയുണ്ടോന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഉത്തരമില്ലാതെ പെരുങ്ങേണ്ടി വരും. ഇനി എന്തെങ്കിലും പരാതി ഉണ്ടോ? ഒന്ന് എളുപ്പമായിക്കോട്ടെ ജോത്സ്യരെ. രേണു ഇങ്ങ് എത്തുന്നതിന് മുമ്പ് കാര്യങ്ങൾ നോക്കി കാണണം. അതെന്താ പ്രഭാകര അങ്ങനെ പറഞ്ഞത്? പ്രശ്നത്തിൽ തകരാറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ അറിയണ്ട. വെറുതെ മനസ്സ് വിഷമിക്കും. തകരാറുണ്ടെന്ന് ഇയാളെ മുൻകൂട്ടി കൽപ്പിച്ചോ? അത് കൊള്ളാമല്ലോ. വീട്ടുകാരി അവിടെ പോയിരിക്കുക. അവരമ്മയും മോനും കൂടി കല്യാണത്തിനൊരു പ്രസന്റേഷൻ വാങ്ങിക്കാൻ ടൗൺ വരെ ഒന്ന് പോയിരിക്കുക. മകന്റെ കല്യാണത്തിനായിരിക്കും അല്ലേ? എന്തായി പറയുന്നത്? എന്റെ ജോത്സ്യരെ, അവന്റെ കല്യാണത്തെ പറ്റി അറിയാനല്ലേ നമ്മൾ ഈ കബഡി നിരത്തുന്നത്. ഓ അങ്ങനെ. എന്നാ പിന്നെ നോട്ടം തുടങ്ങാല്ലേ? ആ അതെ. ഓം വിഘ്നേശ്വരായ നമഃ. ഹര ഹര മഹാദേവ. അമ്മേ ദേവി ഭഗവതി. അപ്പോ തുടങ്ങുകയാണ്. ഓ ഓ ഹരിപ്രസാദ്, പുണർദം നക്ഷത്രത്തിൽ പൂജാതൻ. അത് പയ്യൻ. 3 പെൺകുട്ടികളുടെ തലക്കുറി ഇവിടെയുണ്ട്. ആ കണ്ടു. ഹരിപ്രസാദ് നല്ല ദൈവാധീനമുള്ള ജാതകമാണ് കേട്ടോ. ശ്രീജയ, നക്ഷത്രം തിരുവോണം. രാഹു കേതു. 1 2 3 4. ഈ തിരുവോണം നാളുകാരി ശ്രീജയ പയ്യൻ ഇഷ്ടപ്പെട്ട കുട്ടിയാണോ? ഫോട്ടോയെ കണ്ടിട്ടുള്ളൂ. നാളുകൾ തമ്മിൽ ചേർച്ചുകൊണ്ടെങ്കിൽ മതിയല്ലോ ബാക്കി കാര്യങ്ങളെന്ന് വിചാരിച്ചു. അതിനാണല്ലോ ജോത്സ്യരെ വിളിച്ചു വരുത്തിയത്. എന്നാ ആ കുട്ടിയെ കാണാൻ പോകണമെന്നില്ല. നാൾപ്പൊരുത്തം തീരെ ഇല്ല, ഒട്ടും ചേരില്ല. എന്നാ പിന്നെ അടുത്തത് നോക്കിയാട്ടെ. ഓപ്ഷൻസ് ഇരിക്കല്ലേ? പ്രിയദർശിനി, നാള് തൃക്കേട്ട. ദേവി ഭഗവതി.
ഗണപ്പൊരുത്തമുണ്ട്. ദശാസന്ധി തൃക്കേട്ടയാകുമ്പോ ബുധൻ കുഴപ്പമില്ല. ആ പക്ഷേ ശനിയുടെ നല്ല ദൃഷ്ടിയുണ്ട്. വേണ്ട കുറുപ്പേട്ട, തൃക്കേട്ടക്കാരിയും ശരിയാവില്ല. ഒന്നുകൂടെ നോക്കിയാലോ? നമുക്ക് താല്പര്യമുള്ള കുട്ടിയാണ്. പക്ഷേ പ്രശ്നത്തിൽ കാണുന്ന പോലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എന്നാലും നോക്കിയേക്കാം. ആ വേണ്ട കേട്ടോ. വിവാഹം നടന്നാൽ വരനോ വധുവിനോ നിരന്തരമായ രോഗസാധ്യതയാണ് കാണുന്നത്. എന്നാ പിന്നെ നോക്കണ്ട ജോത്സ്യരെ, അടുത്തത് പിടിക്കേ. ആയിക്കോട്ടെ. ഇതെന്താ അച്യുതേട്ടാ, തടസ്സങ്ങളാണല്ലോ കാണുന്നത്. തടസ്സങ്ങളില്ലാത്തത് വരുവടൂ, ഒന്ന് ക്ഷമിക്കേ. പ്രശാന്തി, പേരിനൊരു ഐശ്വര്യമുണ്ട്. ഹരിപ്രസാദും പ്രശാന്തി പറഞ്ഞാലും ഒരു ചേർച്ചയുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ അച്യുതേട്ടാ. ഇത് തരക്കേടില്ല. ഈ കുട്ടി കൊള്ളാം. ആ ഞാൻ ഈ ഗ്രഹനില കൂടി ഒന്ന് നോക്കട്ടെ. ഓ കുറുപ്പേട്ട, തരക്കേടില്ലെന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്? അത് ഞാൻ പിൻവലിക്കുന്നു. ഉത്തമമാണ്, അത്യുത്തമം. ഉള്ളതാണോ? അടുത്ത കാലത്തെങ്ങും ഇത്രയും ചേർച്ചുള്ളൊരു ഗ്രഹനില ഞാൻ കണ്ടിട്ടില്ല. നാൾപ്പൊരുത്തം, ഗണപ്പൊരുത്തം, ദശാസന്ധികൾ എല്ലാം അനുകൂലമാണ്. അപ്പോ പെണ്ണ് കാണാൻ പോകാല്ലേ? ധൈര്യമായിട്ട് പോയി ഉറപ്പിച്ചോളൂ. ഓ, ഇവര് തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. ഇവര് തമ്മിലാണ് ചേരേണ്ടതും. ഇപ്പോഴാ സമാധാനമായത്. എവിടെ പോയി കിടക്കുന്നത്? ഇവിടെ വന്ന് നിൽക്കായിരുന്നോ കള്ളൻ? ഇവന്റെ ഒരു കാര്യം. ഉദയ, അല്ല ഉദയൻ നാടക പ്രവർത്തനമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നിർത്തിവെച്ചോ? ഇപ്പോ അതിനെ കുറിച്ചൊന്നും പറയണ പോലും ഇല്ല. ഉദയൻ നാടകത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കൈയൊഴിഞ്ഞോ? പുതിയ സ്ക്രിപ്റ്റിന്റെ ആലോചനകൾ നടക്കുന്നുണ്ട്. വൈകാതെ റിഹേഴ്സൽ തുടങ്ങും. എന്താണ് കഥ? ഋഷ്യശൃംഗൻ. പഴയ മുനികുമാരനല്ലേ പാർട്ടി? കാട്ടിൽ നിന്ന് വന്ന് നാട്ടിൽ മഴ പെയ്പ്പിച്ച വിദ്വാൻ. അത് കൊള്ളാം ഉദയ. അവതരണം എന്നെ അറിയിക്കണം കേട്ടോ. നിന്റെ നാടകം എനിക്ക് വളരെ ഇഷ്ടാ. സ്റ്റേജിൽ ഈ നിൽക്കണ ഉദയനൊന്നുമല്ല നീ, വേറൊരു ആളാ. അതെന്താ അങ്ങനെ? സ്റ്റേജിൽ കഥാപാത്രമേ ഉള്ളൂ, ഞാനില്ല. ഒരുതരം പകർന്നാട്ടം. ആ ഒരു തലത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നാടകം പഠിക്കുന്നതും പരിശീലിക്കുന്നതും. ഐ സീ. അപ്പഴേ നന്ദന നിന്റെ നാടക പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞില്ല. പറയില്ല. ഇന്ന് സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് ഉദയൻ പറഞ്ഞാൽ നന്ദൻ അത് ശരിവെക്കും. അത് ഒരു തരം ലോക്ക, സ്നേഹം കൊണ്ടുള്ള ഒരു തരം ബന്ധനം. ഇതിങ്ങനെ തുടർന്ന് കണ്ടാൽ മതിയേ എന്റെ വടക്കുന്നാഥാ. കഴിഞ്ഞ ദിവസം ഉദയൻ നമ്മുടെ തുണിക്കടയിലും ടൂറിസ്റ്റ് ഹോമിലും ഓഫീസിലും ഒക്കെ ചെന്നു എന്ന് കേട്ടു. അതിനെന്താ, ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ലേ? അങ്ങനെ ആര് പറഞ്ഞു? അതിനാർക്കാണ് ധൈര്യം?
കുന്നത്തൂര് ഉദയവർമ്മ കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ പോകരുതെന്ന് പറയാൻ ആർക്കാണ് ഇവിടെ ധൈര്യം? പക്ഷേ അത് നന്ദനയുടെ കൂടെയുള്ള സന്ദർശനമാകരുത്. മറിച്ച് ഉദയൻ പോകുമ്പോൾ നന്ദന കൂടെ വരണം. കണ്ണ് മൂടിക്കെട്ടിയിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കണ ഒരു പരിപാടി ഉണ്ടെന്ന് അറിയോ നിനക്ക്? കേട്ടിട്ടുണ്ട്, ഓടിച്ചിട്ടില്ല. ഈ സ്നേഹമെന്ന് പറയുന്ന സൂത്രത്തിന് അതുപോലെ ചില വിദ്യകളുണ്ട്. നമ്മുടെ കണ്ണങ്ങോട്ട് മൂടിക്കെട്ടിക്കളയും. അതറിയാതെ നമ്മൾ പക്ഷെ വണ്ടി അങ്ങോട്ട് ഓടിച്ചോണ്ടേയിരിക്കും. ഒരു തരേ മേജിക്കാ ഉദയ അത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാലേ, ഉദയൻ കണ്ണ് തുറന്ന് തന്നെ വണ്ടി ഓടിക്കണം. അല്ലെങ്കിലേ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കയറും. മനസ്സിലായില്ല. ദോ കലാകാര, സ്നേഹം നല്ലതാണ്. പക്ഷേ അത് നമ്മുടെ കാഴ്ചകളെ മറയ്ക്കുന്ന ഒരു വീക്ക്നെസ് ആവാൻ പാടില്ല.